ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ബ്ലൂം ബൈ നന്ദന. അപ്പോൾ ഇന്നത്തേത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ലോഗാണ്. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഐ എം ഗോയിങ് ടു ട്രാവൽ ടുഡേ മാഞ്ചസ്റ്റർ ടു അൽബേനിയ. രണ്ട് കൺട്രീസാണ്. ഈ ട്രിപ്പിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. First one is, this is my first solo international trip. Second one is, this is my third international trip. And this is my fifth and sixth country. Then this is my first European country trip. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ ഒരു ട്രിപ്പിനുള്ളത്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 11:30 ആയി. എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് 5 o'clock-നാണ്. 12 o'clock-നാണ് എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ അത്രയ്ക്ക് ഇൻട്രോലുള്ളൂ. എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് ഐ ഹാവ് എ ബിഗ് ഹ്യൂജ് ബാഗ് വിത്ത് മീ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വ്ളോഗിൽ കവർ ചെയ്ത് കാണിച്ചു തരാം. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ എന്ന് കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴെന്തായാലും നമുക്ക് ഇറങ്ങാനുള്ള പണി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടിക്കുട്ടൻ അതാണ്. പിന്നെ ഇതാണ് എൻ്റെ ബാക്ക് പാക്ക്. ഇന്നത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതും എടുക്കുന്നുണ്ട്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ നൂഡിൽസ് കഴിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്നും കൂടെ കഴിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ കുറച്ച് പാലും റസ്ക്കും കഴിക്കാം. ഭയങ്കര വെയിലാണ് കേട്ടോ UK-ൽ. ഭയങ്കര വെയിലാണ്. പിന്നെ ഹീറ്റ് വേവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് രണ്ടാമതും. നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ ആണ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ പുറത്ത് കാണുന്നുണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. റൂമിലൊക്കെ നിൽക്കാൻ നമ്മൾക്ക് ഇവിടെ എയർ കണ്ടീഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ എനിക്ക് പറഞ്ഞിട്ട് പോകാൻ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. വിളിച്ചാൽ സമയവും വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങാറുള്ളത്. ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഞാനും മണ്ടപ്പട്ടിയും. ഇതാണ് നമ്മുടെ സ്വന്തം ഹഡേഴ്സ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് വെച്ചിട്ട് മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ ഗ്രാബ് ചെയ്തു. ആൻഡ് ഒരു വോക്കേഴ്സും പിന്നെ ഒരു വാട്ടറും മേടിച്ചു. എനിവേ വലുതൊക്കെ മേടിച്ചു കഴിഞ്ഞാലും ചെക്ക് ഇൻ സമയത്ത് കയറ്റത്തില്ല, ഐ മീൻ ബോർഡിംഗ് ടൈമിൽ. അതുകൊണ്ട് ഡ്യൂട്ടി ഫ്രീന്ന് മേടിക്കാമല്ലോ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴേക്ക് ട്രെയിൻ വന്നു. ഇറ്റ് വാസ് എ ക്ലിയർ സ്കൈ ആൻഡ് എ ഗുഡ് ഡേ. എനിക്ക് ഈ ട്രെയിൻ ജേർണീസ് ഇവിടെ വന്നതിന് ശേഷമുള്ള ട്രാൻസ്പെറൻറ്റ് ജേർണീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ് കേട്ടോ. നോയ്സി ഒന്നും ആയിരിക്കില്ല. ആരും അങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കുന്നതും അങ്ങനെ ഒരു മെസ്സി ടൈപ്പ് അല്ല. വെരി കാം ആൻഡ് പീസ്ഫുൾ ആണ്. അങ്ങനെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തി. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലും ഈ സെയിം സീൻസ് ആണ് കാണിച്ചത്. ഇത് എൻ്റെ കഴിഞ്ഞ വ്ളോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സംഭവം തന്നെ അവിടെയും കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഓഫ് കോഴ്സ് ഞാൻ 4 hours മുന്നേ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം റയനെയർ എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ ഫോണിൽ അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടായില്ല. വേർ ഷുഡ് ഐ ഗോ, വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളൊരു സ്ട്രെസ്സും ഉണ്ടായില്ല. ബിക്കോസ് ദേ വർ ഗൈഡിങ് ത്രൂ ദ ആപ്പ് വെരി നൈസ്ലി ആൻഡ് പ്രോപ്പർലി. റയനെയറിൻ്റെ ബാക്ക് ഡ്രോപ്പിലേക്ക് പോയി. ഞാൻ 3 hours മുന്നെയാണ് ബാക്ക് ഡ്രോപ്പ് ഓപ്പൺ ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബാക്ക് ഡ്രോപ്പ് ചെയ്യാൻ നേരം എനിക്ക് ഈ തവണ ഏറ്റവും വലിയൊരു മണ്ടത്തരം പറ്റി. പിന്നെ കരഞ്ഞു കാല് പിടിക്കാനുള്ളൊരു ശക്തി ദൈവം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് അവരെന്നെ കടത്തി വിട്ടു ഗൈസ്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോ മാത്രമുള്ള ലഗേജ് ഞാൻ 20 കിലോ എടുത്തു. അത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടോ എൻ്റെ നിഷ്കളങ്കത കണ്ടിട്ടോ എൻ്റെ കരയാനായ മുഖം കണ്ടിട്ടോ കൈക്കിട്ടു. കുട്ടി പൊക്കോ, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. ഇനിയും ഇത് ആവർത്തിക്കാമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീണ്ടും തീരുമാനിക്കാം. കയ്യിൽ നിന്നും ക്യാബിൻ ബാഗ് അല്ല ചെക്കിൻ ബാഗ് പോയാൽ തന്നെ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ എനിക്ക് വളരെയൊരു ആശ്വാസം തോന്നി. അപ്പോൾ തന്നെ ഞാൻ പോയി എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഫ്രീ ആക്കി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെക്കിനും സെക്യൂരിറ്റിയും ഒക്കെ കഴിഞ്ഞ് ടെൻഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇനി വയറ് നിറയ്ക്കണം. വയറ് നിറച്ചില്ലെങ്കിൽ പ്രശ്നമാകും. ഓക്കെ, അപ്പോൾ ഞാനൊരു ബാർ ടപ്പിൽ പോവുകയാണ്. റിയാൻ എയറാണ് നമ്മുടെ ഫ്ലൈറ്റ്.
അപ്പോൾ അത് ഇവരുടെ നിന്ന് ഒരെണ്ണം ടേക്ക് ഓഫ് ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമുക്ക് നടന്നു പോയിട്ട് പല കടകളും കണ്ടുപിടിക്കാൻ നോക്കാം. ഈ തവണ ഡൊമസ്റ്റിക് ടേക്ക് ഓഫിന്റെ സ്ഥലത്ത് വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് KFC ആണ്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലൈറ്റിൽ നിന്നും കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ബോൺലെസ് മീൽ ഓർഡർ ചെയ്തു. ഓഫ് കോഴ്സ് ദ ഫുഡ് വാസ് എക്സ്പെൻസീവ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലൈറ്റിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ലത് മേടിച്ച് വെച്ചിട്ട് കയറുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മീൽ അവിടെ നിന്ന് മേടിച്ചു. ഫ്രൈസൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്തായിരുന്നു കേട്ടോ ഇരുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആസ്വദിച്ച് എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. ബിക്കോസ് ഗേറ്റ് ഓപ്പൺ ആവാൻ ഇനി ഒരുപാട് ടൈമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും കാണാനും ചെയ്യാനും ഒക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇനി 1 hour 15 minutes കൂടെ ഉണ്ട് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഗേറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലൈറ്റ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ വന്നിരുന്ന് ഞാൻ എൻ്റെ ട്രൈപോഡ് സെറ്റ് ചെയ്തപ്പോഴേക്കും അവർ ഫ്ലൈറ്റും കൊണ്ടുപോയി. എന്തു തന്നെയാണെങ്കിലും എനിക്ക് ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് നല്ല മോശമല്ലാത്ത പിക്ചേഴ്സ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കുറച്ചിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന സമയത്ത് കോസ്റ്റ കണ്ടു. കോസ്റ്റയിൽ പുതിയൊരു സീസണൽ ഡ്രിങ്ക് അവർ സ്റ്റാർട്ട് ചെയ്തേ. പേര് ഞാൻ ഓർക്കണില്ല, പക്ഷേ അതില്ലേ ഞാനത് ചോദിച്ചപ്പോൾ സംഭവം കഴിഞ്ഞിരിക്കണു. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഐസ്ഡ് ലാറ്റെയാണ് ട്രൈ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് റിയലി എ ഗുഡ് ഡ്രിങ്ക്. പക്ഷെ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡായി. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി ലോ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. തെണ്ടിൻ്റെ അവസാനം അങ്ങനെ നമ്മുടെ ഗേറ്റ് അനൗൺസ് ചെയ്തു ഗൈസ്. ഗേറ്റ് 53. ഇനി 45 minutes കൂടെ ഉണ്ട്. ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വളരെ വലിയ വരികളായിരുന്നു ഗൈസ്, വലിയ നീണ്ട വരികളായിരുന്നു എൻ്റെ ഫ്ലൈറ്റിലേക്കുള്ളത്. പക്ഷേ എൻ്റെ ടിക്കറ്റ് പ്രയോറിറ്റി ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയിട്ട്. ആൻഡ് ദർ വാസ് നോ റിസ്ക്. ആക്ച്വലി എനിക്ക് തോന്നുന്നു 5ാമത്തെ 6ാമത്തെ ആളായിരിക്കും ഞാൻ. ആദ്യം തന്നെ ഞാൻ ഓടിച്ചാടി കയറിപ്പോയി. ബിക്കോസ് എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു സ്വപ്ന നിമിഷമാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ. എൻ്റെ അമ്മയും അച്ഛനും ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവൾ വിചാരിക്കുന്നുണ്ടോ, സോറി അവർ വിചാരിക്കുന്നുണ്ടോ, ദൈവമേ ഇവളിതെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ, ഈ കുട്ടിക്കൊരു ബോധമില്ലേ എന്നൊക്കെ. പക്ഷേ സീ വാട്ട് ലൈഫ് ബ്രോട്ട് ടു മീ. ദിസ് ഈസ് ക്വൈറ്റ് സർപ്രൈസിങ്. അപ്പം ഞാനിത് എൻജോയ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ പറ. ഇനി ഞാനിവിടെ വോയിസ് ഒന്നും കൊടുക്കുന്നില്ല, ബിക്കോസ് ഇനി സ്വപ്നഭരിത നിമിഷങ്ങളാണ്. It's at the back, this side at the window. Here you go, sorry. That's okay. മൊമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാണ്. പിന്നെ ഞാൻ ശ്വാസം വിടും. പിന്നെ ഞാൻ ദൈവത്തിനെ വെറുതെ വിടും കുറച്ച് സമയത്തേക്ക്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഞാൻ അങ്ങെടുത്ത് കുടിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഓക്കെ ആയപ്പോഴേക്ക് ഞാനൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ബാഡ്. ആദ്യമായിട്ടായിരിക്കും ഞാനൊരു കാര്യം കുറ്റം പറയണേ. പക്ഷേ എന്താ പറയുക, ഒരു രസമില്ലാത്തൊരു, ഞാൻ ജീവിതത്തിൽ കുടിച്ചതിലൊട്ടും കൊള്ളാത്തൊരു ക്യാപ്പച്ചീനോ ആയിരുന്നു, സത്യസന്ധമായിട്ട് പറയാമല്ലോ. അത് കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയി ഇരുന്ന് എനിക്ക് മടുത്തു. ഒന്ന് മുള്ളി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വന്നു. അങ്ങനെ നോക്കിക്കോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല സ്കൈ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. പതിയെ രാത്രിയായപ്പോൾ അൽബേനിയയിൽ ലാൻഡ് ചെയ്തു. അൽബേനിയയിൽ ടിറന ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ സിറ്റി, ക്യാപിറ്റൽ ഓഫ് അൽബേനിയ. നല്ലൊരു ബ്യൂട്ടിഫുൾ, ദൈവം സഹായിച്ച നല്ലൊരു ലാൻഡിങ് ആയിരുന്നു. ലാൻഡായപ്പോൾ തന്നെ ഞാൻ അവിടെ അൽബേനിയ എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ഫ്ലൈറ്റ് കണ്ടു. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ വീഡിയോ എടുത്തു. ഞാനൊരു വീഡിയോ എടുത്തേ. എനിക്കറിയത്തില്ല, എനിക്ക് ഇതുപോലെ സ്പോട്ടിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് ലക്കിലൊരു ഫോട്ടോയും നല്ലത് കിട്ടാറില്ല. പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊന്ന് ഇറങ്ങി കിട്ടാനായിരുന്നു പ്രയോറിറ്റി. ടിക്കറ്റിനൊന്നും ഒരു പ്രയോറിറ്റി ഇല്ലായിരുന്നു. അവർ അങ്ങോട്ട് ഉന്തിത്തള്ളി വിടുമായിരുന്നു തിരക്ക് കാരണം.
പിന്നെ ബസ്സായിരുന്നു. ഇവിടെ വെച്ച് ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബസ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഐ ടുക്ക് ദ റോങ് ബസ് ഒക്കെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഈ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇതിനിടയ്ക്ക് കുത്തിപ്പിടിച്ച് ഞാൻ കയറി. എനിക്ക് അവിടെ എത്തി. അവിടെ എൻ്റെ ടാക്സി ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് ഒരു പുകിലായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഓട്ടോ ആയിരുന്നു എൻ്റെ ബാഗ് പിക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ബാഗ് ഒത്തിരി ഡിലേ ആയി. അത് കഴിഞ്ഞ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. എക്സ്ചേഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സിം കാർഡ് എടുക്കണമായിരുന്നു. ഇവിടെയൊക്കെ ഡിലേ ആയി. രണ്ടാമത്തെ എനിക്ക് എയർപോർട്ട് എക്സിറ്റ് മനസ്സിലാവണ്ട. പുള്ളി ഒരു സൈഡിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബിക്കോസ് എന്ത് ചെയ്തെന്ന് അറിയാമോ, പാക്കേജ് ടീം അവർക്ക് ഒരു ടൈം കൊടുത്തു. ഈ ടൈമിൽ നിന്നും 1 hour ഫ്ലൈറ്റ് ഡിലേ ആയി. പിന്നെ ഇത് കഴിഞ്ഞ് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് പുറത്തിറങ്ങാനുള്ളൊരു ടൈം തരണ്ടേ. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുള്ളീൻ്റെ ലാംഗ്വേജ് എൻ്റെ ലാംഗ്വേജ് തമ്മിൽ സെറ്റ് ആവണില്ല. പുള്ളിക്ക് മുറിവാൽ ഇംഗ്ലീഷ് അറിയുള്ളൂ. ആൻഡ് ഐ എം നോട്ട് ഡിസ്റെസ്പെക്ടിങ് എനിബഡി. ഹി ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദെയർ ലാംഗ്വേജ്. പക്ഷേ ഐ ആം ദ വേഴ്സ്റ്റ് ബിക്കോസ് എനിക്ക് അവരുടെ ലാംഗ്വേജും അറിയില്ല. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷനും കൂടെ അവിടെ വന്നു. പക്ഷേ വൺസ് എന്നെ കിട്ടിയപ്പോൾ തന്നെ പുള്ളി പെട്ടെന്ന് എൻ്റെ ലഗേജൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് നിയർലി ഒരു 30-35 മിനിറ്റ്സിൽ തന്നെ എന്നെ സേഫായിട്ട് ഹോട്ടലിൽ കൊണ്ടിട്ടു. ഹോട്ടലിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. റിസപ്ഷൻ ഡെസ്കിൽ എൻ്റെ കീയും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അവർ നല്ല വൃത്തിക്ക് വെച്ചേക്കുന്നു. ആദ്യം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവർ വെച്ചേക്കുന്നത്. എൻ്റെ റൂം നമ്പർ, എൻ്റെ പേര്, ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എളുപ്പമായല്ലോ, എന്നാൽ പിന്നെ ഇനി ഒന്നും ആരെയും കണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും വന്നില്ലല്ലോ. നമ്മൾ താമസിക്കാൻ പോകുന്ന കുഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമിലെത്തി. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് റൂമൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഡ്രൈവർ ഇപ്പോഴാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. പിന്നെ ഇതാണ് ഒരു കുഞ്ഞു റൂം. പക്ഷെ നല്ല ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, ലോക്കറുണ്ട്, പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. പുറത്ത് കുറച്ച് ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ചുറ്റിലും കാണാൻ നല്ല ഭംഗിയുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു. രാവിലെ ആയാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഞാൻ തുറന്നിട്ടില്ല. ഇനി ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു തരത്തിലുള്ള വാഷ്റൂമും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല ടയേർഡാണ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ഫുഡ്. എന്നിട്ട് നമ്മൾക്ക് കാണാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാൻഡായി ഞാൻ റൂമൊക്കെ കാണിച്ചുല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ താഴെ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി. ബിക്കോസ് ഇറ്റ് വാസ് ഓൾറെഡി 11:30. അപ്പോൾ 11 മണി വരെ റെസ്റ്റോറൻറ്റ് ഉള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒന്ന് സ്ട്രീറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഐ എം സോ ടയേർഡ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏത് ആപ്പെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ളത് ഫുഡ് ഡെലിവറി ആപ്പ്. അപ്പോൾ ഇവിടെ വോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ ആ വോൾട്ടിൽ നമുക്ക് നമ്മുടെ കാർഡ് ചെയ്തിട്ട് പേ ചെയ്യാം. ഇവിടെ നമ്മളോട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞത് യൂറോ ആണെങ്കിലും ലെക്കെന്നോ അങ്ങനെ എന്തോ ആണ് ഇവിടുത്തെ കറൻസിയുടെ പേര്. ലോക്കൽ കറൻസി ആണോ എനിക്കറിയില്ല. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആപ്പിൽ പേ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഒരു ടർക്കിഷ് ടച്ചാണോ അങ്ങനെയൊന്നും കണ്ടോ എനിക്ക് തോന്നുന്നേ. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു സാലഡ് പോലത്തെ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സാലഡ് പ്ലേറ്ററാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് വിശന്നപ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ KFC മേടിച്ചിട്ടുണ്ടായിരുന്നു, ബോൺലെസ് മീൽ. അപ്പോൾ അത് കൊണ്ടുവന്നായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടി. ഫ്ലൈറ്റിൽ നിന്ന് എനിക്ക് ഉറക്കം വന്ന് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നതെടുത്ത് കഴിച്ചു. കാര്യം എനിക്കിപ്പോൾ ഞാനിത് റിസപ്ഷനിലാണ് ഡെലിവറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എനിക്കത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുളിക്കാൻ കയറിയാൽ ശരിയാവില്ല. ബിക്കോസ് അത് 15-20 മിനിറ്റ്സിലെത്തും. ഐ റിയലി വാണ്ടഡ് ടു ഹാവ് എ ഗുഡ് ഹോട്ട് ഷവർ. അപ്പോൾ അങ്ങനെ എൻ്റെ ഹോളിഡേ മോഡ് ഓൺ. അപ്പോൾ വൺസ് ദ ഫുഡ് ചെയ്യുക, ഞാനത് പോയി പിക്ക് ചെയ്യും. എന്നിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് ഞാനത് വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിൽ ഐ കീപ്പ് ഇൻ ദ ഫ്രിഡ്ജ് so that I can have it tomorrow. And tomorrow nothing is planned. Actually the itinerary will start from day after tomorrow onwards.
അപ്പോൾ നാളെ I'll get some time to chill myself. Probably I'll be spending time in room or go for a walk because എന്നോട് ഇവിടുത്തെ ലോക്കൽ ടാക്സി ഡ്രൈവർ പറഞ്ഞു the temperature will be go up to 40 degrees Celsius during the day. അപ്പോൾ അത് ക്വൈറ്റ് ഹൈ ആണ്. നമ്മൾ ചിന്തിച്ചത് വെച്ച് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് സിക്ക് ആവാൻ കാരണം മൊറോക്കോയിൽ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ചൂട് എനിക്ക് ഒരു ദിവസം അടിച്ചപ്പോൾ എനിക്ക് പനി, ജലദോഷം, കഫക്കെട്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ, കോൾഡ്, ഇതൊക്കെയാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയണത്. ഓക്കെ, അതെല്ലാം കൂടെ വന്നു. ആൻഡ് ഇറ്റ് ലിറ്ററലി ടുക്ക് മീ ലാസ്റ്റ് 3 weeks ടു റിക്കവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇനിയും സിക്ക് ആയിക്കൂടാ. ബിക്കോസ് ഐ ഹാവ് ഷിഫ്റ്റ് ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ബാക്ക് ടു ഇംഗ്ലണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിക്ക് ലീവ് ആരും തരില്ല. സോ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ ദിസ് ടൈം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.